വിഷ്ണു വളരെ വലിയൊരു ചതിയുടെ, അതിൽ അത്ഭുതമില്ല, ഞെട്ടലില്ല, പുതുമയില്ല. പാകിസ്ഥാന്റെ പൊതുവേദികളിൽ വന്ന് രാജ്യാന്തര വേദികളിൽ വെടിനിർത്തലിന് തയ്യാറാണ്, സമാധാനം പുനഃസ്ഥാപിക്കാം എന്നൊക്കെ പറഞ്ഞ് മുട്ടിടിച്ച് മുട്ടുമടക്കി ഭാരതത്തിന് മുന്നിൽ കീഴടങ്ങിയ ഒരു ഭരണ നേതൃത്വം രാജ്യാന്തര തലത്തിൽ US പ്രസിഡന്റ് അടക്കമുള്ളവർ പ്രഖ്യാപിക്കുന്നു ഭാരതവും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചു എന്ന്. ഭാരതത്തിന്റെ വക്താവ് തന്നെ, വിദേശകാര്യ വക്താവും സൈനിക വക്താക്കളും വന്നിട്ട് മാധ്യമങ്ങളോട് പറയുന്നു, പാകിസ്ഥാന്റെ മിലിറ്ററി ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഭാരതത്തിന്റെ DGയുമായി ബന്ധപ്പെടുന്നു, വെടിനിർത്തലാകാമെന്ന് ചോദിക്കുന്നു. ഭാരതം ഉദാരമനസ്കതയോടെ അന്തസ്സോടെ ശരിയെന്ന് പറയുന്നു. സന്ധ്യ മയങ്ങിയ ശേഷം നാം കണ്ടതെന്താണ് ജിഷ്ണു? അത്തരത്തിൽ പൊതുവേദികളിൽ അല്ലെങ്കിൽ പരസ്യമായി വെടിനിർത്തലിന് ധാരണയായ ശേഷം ഇതിന്റെ മറവിൽ വളരെ കൃത്യമായി ഭീകരവാദികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭാരതത്തെ വീണ്ടും പ്രകോപിക്കുന്ന കാഴ്ചകളാണ് ഇന്നലെ രാത്രി മുഴുവൻ, പ്രത്യേകിച്ച് ജമ്മു മേഖലയിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായി അന്താരാഷ്ട്ര അതിർത്തി പ്രദേശങ്ങളിൽ മുഴുവൻ ഒരു അക്രമത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചില്ല എങ്കിൽ പോലും നഗ്രോട്ട, നൌഷാര, അഖ്നൂർ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഭീകരവാദികളെ മുന്നിൽ നിർത്തിക്കൊണ്ടും ഒപ്പം പാക് റേഞ്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും വെടിവെപ്പുണ്ടായി, ഷെല്ലാക്രമണം ഉണ്ടായി, നമുക്കൊരു BSF ജവാന് നഷ്ടപ്പെട്ടു. അതിശക്തമായ തിരിച്ചടി, ഉചിതമായ തിരിച്ചടി നൽകാനാണ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് പ്രകോപനങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകണം എന്നത് വളരെ കൃത്യമായി സൈന്യത്തിന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം ഇതിനോടകം തന്നെ രാജ്യത്തിന്റെ ഭരണ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഒപ്പം ഇന്നലെ വെടിനിർത്തൽ ധാരണ അംഗീകരിക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്നിട്ടുള്ള യോഗത്തിൽ തീരുമാനിച്ചതും ഇങ്ങോട്ടൊരു പ്രകോപനമോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഭീകരവാദമോ ഉണ്ടായാൽ അത് യുദ്ധ സമാനമായി കണക്കാക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ജമ്മു കാശ്മീർ മേഖലയിലെ അന്താരാഷ്ട്ര അതിർത്തി, പ്രത്യേകിച്ച് നിയന്ത്രണ രേഖ, അതിലേറ്റവും പ്രത്യേകിച്ച് ജമ്മു മേഖലയിൽ അതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, നേരത്തെ കശ്മീർ മേഖലയിൽ ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായി ഭാരതത്തിലെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വേർതിരിച്ചുകൊണ്ട് അതിനിടയിൽ അക്രമം ഉണ്ടാക്കാൻ തന്നെയാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഭാരതം അതിനെല്ലാ പൗരന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് നേരിടുമ്പോഴും വളരെ കൃത്യമായി ഹിന്ദു ഭൂരിപക്ഷ മേഖലയായിട്ടുള്ള ജമ്മു സെക്ടറുകളിലേക്ക് കൂടുതൽ ഭീകരാക്രമണവും ഒപ്പം അതിർത്തി മേഖലയിൽ അക്രമം നടത്താനുമാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദീപ് പിള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പഠാൻകോട്ടിനും ജമ്മുവിനും ഇടയിലുള്ള ബ്രിഡ്ജിന് മുകളിലാണ്. ഈ ബ്രിഡ്ജിനും ഒപ്പം റാവി നദിക്കും ഈ ഭൂപ്രദേശത്തിനും ഒരുപാട് കഥകൾ പറയാനുണ്ട്. കൂടാതെ പഠാൻകോട്ടിനെ സംബന്ധിച്ച് ഭാരതത്തിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രമാണത്. മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായിട്ടുള്ള ആക്രമണം പഠാൻകോട്ടിലെ സൈനിക താവളത്തിന് നേരെ നടത്താൻ പാകിസ്ഥാൻ ഡ്രോണുകൾ ശ്രമിച്ചത്. പക്ഷേ നിഷ്കരുണം ഡ്രോണുകൾ ആക്രമണങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ പരാജയപ്പെട്ടിരുന്നു. റാവി നദിയെ സംബന്ധിച്ച് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിന് വളരെ മുൻപേ തന്നെ റാവി നദിയിലെ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടഞ്ഞിരുന്നു. നമുക്ക് ഒരു കാര്യം ഇവിടെ പ്രേക്ഷകരോട്, ചരിത്രം അറിയാത്തവരോട് പറയേണ്ട കാര്യം, ഈ സിന്ധു നദിയുടെ 5 ഉപനദികളിൽ ഒന്നാണ്, ഈ ട്രിബ്യൂട്ടറീസിൽ ഒന്നാണ് റാവി എങ്കിൽ പോലും ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ജമ്മു കാശ്മീരിലൂടെ പഞ്ചാബിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദിയാണ് റാവി നദി. അവിടെ ഒരു പ്രത്യേകതയുള്ളത്, സിന്ധു നദീതല കരാറിൻ്റെ പരിധിയിൽ റാവി നദി വരുന്നില്ല എന്നുള്ളതാണ്. എക്സ്ക്ലൂസീവ് റൈറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഈ നദിയിലെ ജലം പൂർണ്ണമായും ഭാരതത്തിന് അവകാശപ്പെട്ടതാണ്. പക്ഷേ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാര്യം ഈ ജലം ഒരു 50 കിലോമീറ്ററോളം ഭാരതത്തിലൂടെ ഒഴുകിയ ശേഷം ഇതിങ്ങനെ പാകിസ്ഥാനിലേക്ക് 80 കിലോമീറ്ററോളം ഭാരതത്തിലൂടെ ഒഴുകിയ ശേഷം ഇത് പാകിസ്ഥാനിലേക്ക് ഒഴുകിയായിരുന്നു. ഇത് തടഞ്ഞ് ഇതിൻ്റെ ജലം ഭാരതത്തിലെ കർഷകർക്കായി ഉപയോഗിക്കാനായുള്ള വളരെ വലിയ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിരുന്നു. വിവിധ ബറാജുകൾ, അതിലേറ്റവും ഒടുവിലത്തെയാണ് ഷാപൂർ കണ്ടി ഡാം അല്ലേ ജിഷ്ണു? ഷാപൂർ കണ്ടി ഡാം നിർമ്മിച്ച് ആ ജലം കനാലുകളിലൂടെ പഞ്ചാബിലെ ജമ്മു കാശ്മീരിലെയും യഥാക്രമം 5000-വും 32,000-വും ഹെക്ടർ കൃഷിഭൂമിക്ക് ഉതകുന്ന വിധം ചെയ്യാനുള്ള പദ്ധതി. പക്ഷേ 45 വർഷമാണ് ജിഷ്ണു ഈ പദ്ധതി വൈകിപ്പിച്ചത്. ആരാണ് വൈകിപ്പിച്ചത്? ഏറ്റവും ഒടുവിൽ പദ്ധതി പുനരാരംഭിച്ച ശേഷവും 2014 അന്നത്തെ ജമ്മു കാശ്മീർ സർക്കാർ ഈ പദ്ധതി നിർത്തിവെച്ചു. ആർക്ക് വേണ്ടിയായിരുന്നു ഇത്? ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും കൃഷിക്കാർക്ക് കിട്ടേണ്ട വെള്ളം ഇവിടെ കിട്ടുന്ന പദ്ധതി ജമ്മു കാശ്മീർ നിർത്തിവച്ചെങ്കിൽ
ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് തടഞ്ഞെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണെന്നുള്ള ചോദ്യം അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്ന കാലം വിദൂരമല്ല. കാര്യം 2 മാസം മുമ്പ് ഉണ്ണി ആ ജലം, ആ നദിയുടെ ദൃശ്യങ്ങളാണ് ഉണ്ണി കെ വാര്യർ ഇപ്പോൾ കാണിക്കുന്നത്. നന്നായി കാണും. അവിടെ പാറക്കഷ്ണങ്ങളും കല്ലുകളും മാത്രമാണ്. അങ്ങിങ്ങാണ് ജലാംശമുള്ളത്. ഇതുവഴി നിറഞ്ഞ് കവിഞ്ഞ് കുത്തി ഒഴുകിയിരുന്നത് പാകിസ്ഥാനിലേക്കാണ്. ആ ജലം ഇന്ന് സ്വച്ഛന്ത സുന്ദരമായി. കഴിഞ്ഞ ദിവസം വൈകിട്ട് നമ്മൾ ചെയ്ത സ്പെഷ്യൽ ബ്രോഡ്കാസ്റ്റ് അതിൽ ഒരു ബരാജിൻ്റെ തീരത്ത് നിന്നായിരുന്നു. ഇവിടെ കെട്ടിനിർത്തി ഭാരതത്തിലെ, പഞ്ചാബിലെ, ജമ്മു കാശ്മീരിലെ കർഷകരുടെ ഉപയോഗത്തിനായി വിട്ടുകൊടുക്കുകയാണ്. ആ ജലത്തിൻ്റെ ഫലം, ആ ജലം കൊണ്ടുവരുന്ന ജലസേചനം, ആ ജലത്തിൽ നിന്നുള്ള കൃഷിയുടെ ഫലം താമസിയാതെ പഞ്ചാബിലെയും ജമ്മു കാശ്മീരിലെയും ജനങ്ങൾക്ക് ഭാരതത്തിന് ലഭിക്കും. അന്ന് ജനങ്ങൾ തിരിച്ചറിയും ഈ ജലം നമുക്ക് നിഷേധിച്ചിട്ട് പാകിസ്ഥാന് വിട്ടുകൊടുത്തിരുന്നത് ഏത് ശക്തികളാണ് എന്നുള്ളത്. എന്തായാലും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ഗൗതം അനന്തനാരായണൻ, ജയ് ഹിന്ദ്. ഭാരതത്തിൻ്റെ അതൃപ്തി, നിരാശ ഒക്കെ വളരെ കൃത്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പാകിസ്ഥാന്റെ നടപടിയെ ശക്തമായ ഭാഷയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ രാത്രി വൈകിയും മാധ്യമങ്ങളെ കണ്ട് അപലപിച്ചിരുന്നു. ഗൗതം, അപ്രതീക്ഷിതമല്ല, ഞെട്ടലല്ല പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നടപടി. പക്ഷേ എങ്കിൽ പോലും മണിക്കൂറുകൾ പോലും ഭരണ നേതൃത്വം പറഞ്ഞ വാക്ക് കേൾക്കാൻ, പാലിക്കാൻ, അനുസരിക്കാൻ ബാധ്യതയില്ലാത്ത ഒരു പട്ടാളം, ഒരു ISI, അവരുടെ വിധേയത്വം അപ്പോൾ വ്യക്തമാണ്. സ്വന്തം നാട്ടിലെ ഭരണകൂടത്തോട് പോലുമല്ല, ഏതോ ഭീകരരോട്, ഭാരത വിരുദ്ധ ശക്തികളോട്. ഗൗതം, പ്രദീപിള്ള, ജിഷ്ണു, രണ്ടുപേർക്കും നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അതായത് ഈ വെടിനിർത്തലിന് ധാരണയാകുന്നത് ഏതാണ്ട് വൈകിട്ട് 5 മണിക്കാണ്. 6 മണിയോടുകൂടി ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം 2 രാജ്യങ്ങളുടെയും ഭാഗത്ത് നിന്നുണ്ടായി. ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇത് സംബന്ധിച്ചൊരു വെടിനിർത്തലിന് ധാരണയായി എന്ന കാര്യം പ്രഖ്യാപിക്കുന്നത്. മറുഭാഗത്ത് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷ്ഹാഖ് ദാറും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ DGMO ഭാരതത്തിന്റെ DGMO ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. ഈ പ്രശ്നം അവസാനിപ്പിക്കണം, കാരണം പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് അറിയാം ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇസ്ലാമാബാദ് പോലും ഇല്ലാണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരുന്നത്. ഭാരതത്തിന്റെ പ്രത്യാക്രമണം അത്ര രൂക്ഷമായിരുന്നു. അതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഭാരതം പ്രത്യാക്രമണം തുടങ്ങിയത് മുതൽ തന്നെ പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം പല രാജ്യങ്ങളോട് ഭാരതവുമായി സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ അമേരിക്കയുടെയൊക്കെ ഇടപെടൽ തന്നെ ഇതിനകത്ത് വരുന്നത്. കാരണം അമേരിക്കയ്ക്ക് പുറകെ പാകിസ്ഥാൻ നടക്കുകയായിരുന്നു ഇതിനകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഇടപെട്ട് സംസാരിക്കണമെന്നുള്ളത്. ഒപ്പം സൗദി അറേബ്യയോടും UAEയോടും ഒക്കെ പാകിസ്ഥാൻ ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചു. അത് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ തന്നെ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമായ ഡോൺ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരെയും മധ്യസ്ഥതയ്ക്ക് വിളിച്ചില്ല, ആരോടും ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്മുടെ നിലപാട് കൃത്യമായി ഭീകരതയ്ക്കെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടം ഈ രാഷ്ട്രം നടത്തും എന്ന നിലപാട് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും വന്ന് മധ്യസ്ഥത വഹിക്കണമെന്നോ പാകിസ്ഥാനോട് സംസാരിക്കണമെന്നോ ഭാരതം അത്തരമൊരു നീക്കം ഈ കഴിഞ്ഞ 3 ദിവസമായി ഒരു തവണ പോലും ശ്രമിച്ചിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം, പാകിസ്ഥാൻ പല രാജ്യങ്ങളോടും ഭാരതത്തോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം. പക്ഷേ ഇന്നലെ സംഭവിച്ചത് എന്ന് പറയുന്നത് നേരത്തെ പ്രദീപ് പിള്ള സൂചിപ്പിച്ചതാണ്. അതായത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം അല്ല അവിടുത്തെ പട്ടാളത്തെ നിയന്ത്രിക്കുന്നത്. അവിടുത്തെ പട്ടാളം എന്ന് പറയുന്നത് അത് വേറൊരു ജിഹാദി ഗ്രൂപ്പാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവിടുത്തെ കരസേനയുടെ മേധാവി എന്ന് പറയുന്നത് ജനറൽ അസീം മുനീറാണ്. അസീം മുനീർ നേരത്തെ ISIയുടെ മേധാവിയായിരുന്നു. അതിനു മുൻപ് അതിതീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ജിഹാദി മൈൻഡ് സെറ്റുള്ള ഇയാൾ പല തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകളുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. അതിനുശേഷമാണ് ഇയാൾ ISIയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. മാത്രമല്ല ഇയാൾ മാതൃകയാക്കുന്നത് സിയാഉൽ ഹക്കിനെ പോലെയൊക്കെയുള്ള പാകിസ്ഥാന്റെ മുൻകാല ഭരണാധികാരികളെയാണ്. നമുക്കറിയാം സിയാഉൽ ഹക്ക് ആരാണ് എന്നുള്ളത്. പാകിസ്ഥാന്റെ ഇന്ന് കാണുന്ന ഒരു തീവ്ര മതരാഷ്ട്രമാക്കി രൂപപ്പെടുത്തുന്നതിൽ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ പിന്തുണയോടുകൂടി പാകിസ്ഥാനെ ഒരു അതിതീവ്ര സ്വഭാവമുള്ള മുസ്ലിം രാജ്യമായി രൂപപ്പെടുത്തുകയും അവിടുത്തെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത പഴയ പട്ടാള മേധാവിയാണ് സിയാഉൽ ഹക്ക്. അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്ന. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ മനസ്സിലെ മാതൃകകൾ എന്ന് പറയുന്നത്. അത് അയാൾ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ പറയുന്നതല്ല. അപ്പോൾ സിയാഉൽ ഹക്കിന്റെയും
ഈ രാഷ്ട്രത്തെ രണ്ടായി വിഭജിച്ച ടു നേഷൻ തിയറി എന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ച മുഹമ്മദ് അലി ജിന്നയുടെയും ആശയങ്ങൾ പേർന്ന ഒരു പട്ടാള മേധാവി പാകിസ്ഥാനുള്ളപ്പോൾ സ്വാഭാവികമായും ഇന്നലെ രാത്രിയിൽ നടന്ന ചതിയും അല്ലെങ്കിൽ ഇന്നലെ രാത്രിയിലെ അതിർത്തിയിൽ കാട്ടിക്കൂട്ടിയതുമൊക്കെ അതൊരു അത്ഭുതമേ അല്ല എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതല്ല, ഇതിനപ്പുറവും നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം അത്തരമൊരു സൈനിക സംവിധാനമാണ് അവിടെ ഉള്ളത്. കാരണം അവിടെ സൈന്യവും ഭീകര സംഘടനകളും ഒന്നാണ് എന്ന വസ്തുത നമ്മൾ ഇനിയും 100% ഉറച്ച് മനസ്സിലാക്കണമെന്നതാണ്. അവിടുത്തെ ഭീകര സംഘടനകളും സൈന്യവും രണ്ടല്ല. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാർഗിൽ യുദ്ധം തന്നെ അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ്. കാരണം കാർഗിൽ യുദ്ധം ഇപ്പോഴും പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വമോ പാകിസ്ഥാന്റെ ഭരണകൂടമോ ഇതുവരെ കാർഗിലിൽ ഒരു യുദ്ധം നടന്നു എന്ന കാര്യം അവർ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് പാകിസ്ഥാനിലെ ഭീകരരാണെന്ന് കാർഗിലിലേക്ക് നുഴഞ്ഞു കയറിയത്, അവിടെ ഭാരതത്തിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടിയത് ഏതോ ഭീകരന്മാരാണ്, ഞങ്ങൾക്ക് അതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ അവിടെ വധിക്കപ്പെട്ടത് അല്ലെങ്കിൽ അവിടെ വീണത് പാകിസ്ഥാന്റെ സൈന്യമാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പാകിസ്ഥാൻ സൈനികരുടെ മൃതദേഹം ഭാരതത്തിന്റെ സൈനികർക്ക് തന്നെ സംസ്കരിക്കേണ്ട ഭീകരരെ സൈനിക വേഷത്തിൽ പോയി സന്ദർശിച്ച് ആശ്വസിപ്പിക്കുന്ന പാക് പട്ടാള മേധാവികൾ ഓഫീസർമാരെ നാം കണ്ടില്ല ജിഷ്ണു. തീർച്ചയായും അത്തരത്തിൽ മര്യാദഘട്ട നയം തന്നെയാണ് എപ്പോഴും പാകിസ്ഥാൻ സ്വീകരിക്കാറുള്ളത്. ഒപ്പം ഗൗതം, ഈ പുതിയ പശ്ചാത്തലത്തിൽ, അതായത് വെടിനിർത്തൽ ധാരണ വന്നിട്ടും ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര മന്ത്രാലയം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത്തരത്തിൽ നിർണായകമായിട്ടുള്ള യോഗങ്ങൾ, തീരുമാനങ്ങൾ ഇന്നും രാജ്യതലസ്ഥാനത്ത് നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ഗൗതം. ജിഷ്ണു, അങ്ങനെ തന്നെയാണ്. ഇന്നലെ ചീഫ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു. ഒപ്പം ഈ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. കാരണം ഈ വെടിനിർത്തലിന് ധാരണയായതിനു ശേഷവും രാജ്യാന്തര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഇന്നലെ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു. ഡ്രോണുകൾ പറത്തിയുള്ള പ്രകോപനം രാത്രി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി. അതിനാൽ ജമ്മു കാശ്മീർ കൂടാതെ ജമ്മു കാശ്മീരിൽ കനത്ത ജാഗ്രത നൽകിയിരിക്കുകയാണ്. കാരണം ജമ്മു കാശ്മീരിലെയും ഭീകരാക്രമണത്തിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല IB. അത്തരം ആക്രമണങ്ങൾ, അതായത് ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഒക്കെ ആസ്ഥാനം ഉൾപ്പെടെയാണ് ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ തകർന്നിരിക്കുന്നത്. ഏതാണ്ട് ഈ സംഘടനകളുടെയൊക്കെ നട്ടലായിരുന്ന 5 ഭീകരന്മാരുടെ പട്ടിക ഇന്നലെ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു. ഇവരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു. മസൂദ് അസറിന്റെ അടുത്ത ബന്ധുക്കൾ ഏതാണ്ട് 14 പേർ, സഹോദരനും സഹോദരിയുടെ ഭർത്താവും മറ്റ് ആളുകളും ഒക്കെ കൊല്ലപ്പെട്ടു. മസൂദ് അസറിന്റെ 14 അടുത്ത ബന്ധുക്കൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പ്രതികാരം എന്ന നിലയിൽ ഭീകരാക്രമണത്തിനുള്ള സാധ്യത ഇന്റലിജൻസ് ബ്യൂറോ തള്ളിക്കളയുന്നില്ല. അതിനാൽ തന്നെ കനത്ത ജാഗ്രത ഈ സംസ്ഥാനങ്ങളിൽ തുടരുകയാണ്. അത് കേവലം അതിർത്തിയിൽ ഈ പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. കാരണം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അതിർത്തിയൊക്കെ ശാന്തമാണ്. പിന്നീട് വെടിവെപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ ഒരു രാത്രി 8 മണി മുതൽ ഒരു 11 വരെയുള്ള സമയത്ത് ഉണ്ടായ പ്രകോപനമാണ്. അതല്ലാതെ അർദ്ധരാത്രിയിലേക്ക് കടക്കുമ്പോൾ പൊതുവെ അതിർത്തി ശാന്തമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജമ്മു കാശ്മീരിലും പിന്നീട് പഞ്ചാബിലോ ഗുജറാത്തിലോ രാജസ്ഥാനിലോ പ്രകോപനങ്ങൾ അർദ്ധരാത്രിയിൽ എങ്ങും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ജാഗ്രതാ നിർദ്ദേശം അത് കുറച്ച് ദിവസം കൂടി തുടരും. കാരണം ഈ ഭീകരാക്രമണത്തിലേക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇന്നലെ തന്നെ നഗ്രോട്ടയിൽ ഒരു സൈനിക ക്യാമ്പിന് നേരെ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. ആർക്കും ഗുരുതരമായ പരിക്കുകളില്ല. ഒരു സൈനികന് നിസാര പരിക്ക് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ഭീകരാക്രമണത്തിനുള്ളൊരു സാധ്യത ഭീകര സംഘടനകൾ തേടുന്നുണ്ട്. അവരതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ ഭീകരതയ്ക്കെതിരെയുള്ള കനത്ത പോരാട്ടം തുടരുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിലും കനത്ത ജാഗ്രത ഉണ്ടാകും. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നലെ ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചർച്ചയായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിഷ്ണു. ഓക്കെ ഗൗതം, ഡൽഹിയിൽ നടക്കുന്ന നിർണായകമായ യോഗങ്ങൾ ഒപ്പം വിദേശകാര്യ സെക്രട്ടറിയുടെ നൽകിയിട്ടുള്ള വിശദാംശങ്ങളാണ് ഗൗതം പങ്കുവച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ നേരത്തെ നിന്നിട്ടുള്ള പഠാൻകോട്ടിനെയും ജമ്മുവിനെയും വേർതിരിക്കുന്ന ബ്രിഡ്ജിൽ നിന്ന് കടന്ന് ജമ്മു അതിർത്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജമ്മു അതിർത്തി കവാടം നമുക്ക് അല്പസമയങ്ങൾക്ക് ശേഷം പ്രേക്ഷകരെ കാണിക്കാൻ സാധിക്കും. നിലവിൽ സൈനിക നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ആ റോഡിലേക്ക് റോഡ് വഴി സൈനിക വാഹനങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നു. പിറകിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ജമ്മു പ്രവേശന കവാടം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. ഒപ്പം ഇവിടെ നിന്ന് 18 കിലോമീറ്റർ അകലെ മാത്രമാണ് അഗ്നൂർ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ അതിർത്തി വരുന്നത്.